സർ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ മുന്നിലേക്കാണ് കോതമംഗലത്ത് നിന്ന് സോനയുടെ ആത്മഹത്യാ വാർത്തയെത്തുന്നത്. അതിനുശേഷം കേരളം ആ വാർത്തയെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ വളരെ മൗനത്തിലാണ്. പക്ഷെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും സ്വാതന്ത്ര്യദിന സന്ദേശത്തിനിടയിൽ രാജ്യത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ മൗനത്തിലാണ്. അവരെ വിഷയം ഗൗനിക്കുന്നേയില്ല, ഇത്തരം ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടേ ഇല്ല എന്ന് മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കുന്നു. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ ഒരു മാധ്യമം പോലും ഇന്ന് കേരളത്തിലുണ്ട്. മുൻനിര ചാനലാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടായിരിക്കാം ലവ് ജിഹാദിന്റെ കാര്യത്തിൽ മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ ഒരു മൗനം? കേരളത്തിലെ മാധ്യമങ്ങൾ സെലക്റ്റീവാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ പർച്ചേസ്ഡ് ആണ്. വില കൊടുത്തു വാങ്ങി ചില വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യവസായികൾ നടത്തുന്ന മാധ്യമങ്ങൾ മാത്രമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതിന് അപവാദമായി നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ആണ്. ഏതായാലും നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. ഇതുപോലെ ഒരു ചാനൽ, എത്ര ചാനൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറുണ്ട്? അത്രമാത്രം ഭയമാണ്. കാരണം മാധ്യമ രംഗത്തെ നിയന്ത്രിക്കാൻ രണ്ട് ശക്തികൾ ഉണ്ട്. ഒന്ന് സർക്കാരും മറ്റൊന്ന് പരസ്യ ദാതാക്കളും. ഏതൊരു മാധ്യമവും നിലനിൽക്കണമെങ്കിൽ പരസ്യം കിട്ടണം. കോടി രൂപ പരസ്യം കൊടുക്കാൻ കഴിയുന്ന ബിസിനസ്സുകളൊക്കെ ഈ പറയുന്ന ലവ് ജിഹാദ് ശക്തികൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ശക്തികൾ തന്നെയാണ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുക്കാനും പിന്നെ സർക്കാരിന്റെ തരത്തിലുള്ള പിന്തുണ കൊടുക്കാനും കഴിയുന്ന സർക്കാരും ഈ പറയുന്ന ഇസ്ലാമിക ശക്തികളുടെ അടിമകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലവ് ജിഹാദ് ശക്തികൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയവും മീഡിയയും ആണ് കേരളത്തിലുള്ളത്. പിന്നെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവി വർഗത്തിന്റെ കാര്യം പറയുകയും വേണ്ട. അവര് എന്തെങ്കിലുമൊക്കെ ഒരു എല്ലും കഷ്ണം ഇട്ടുകൊടുത്താൽ ആ എല്ലും കഷ്ണത്തിന് അവാർഡെന്നും പുരസ്കാരമെന്നും ഒക്കെ പേര് എഴുതി വെച്ചാൽ അതിന്റെ പുറകെ പോകാനുള്ള ഒരു സ്വഭാവം മാത്രമേ ഈ സാഹിത്യ സാംസ്കാരിക നായകൾക്ക് ഉള്ളൂ. ഇതാണ് കേരളം. അപ്പോൾ ഈ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് വടക്കേ ഇന്ത്യയിലായിരുന്നു എന്നിരിക്കും. വടക്കേ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു അല്ലെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിലാണല്ലോ ബഹളം. ഇവിടെ കൊല്ലപ്പെട്ടത് ക്രൈസ്തവ പെൺകുട്ടിയാണ്. സോന എന്നാണ് പേര്. കോതമംഗലത്താണ്. എല്ലാവർക്കും അറിയാം. പക്ഷെ കമാന്നൊരക്ഷരം മിണ്ടാൻ ഇവിടെ ഒരു സഭകളുമില്ല, സന്യാസിനികളില്ല, സന്യാസിമാരില്ല, മേലധ്യക്ഷന്മാരില്ല, സംഘടനാ നേതാക്കളില്ല. അങ്ങനെ ഒരു സംഭവം ആരും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇവിടുത്തെ ഭരണകൂടം പോലീസ് കേസ് എടുക്കാൻ തയ്യാറല്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് അവരാരും മിണ്ടുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് ഈ വിഷയം ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പുതിയൊരു വിഷയം കൊണ്ടുവന്നു. അതാണ് സുരേഷ് ഗോപി വിവാദം. ഏതായാലും സുരേഷ് ഗോപിക്ക് ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം കമാന്നൊരക്ഷരം മിണ്ടാതെ ഇവിടുത്തെ ഈ പറഞ്ഞ ബുദ്ധിജീവികളെ പോയേക്കാൾ വലിയ ബുദ്ധിജീവിയായി അദ്ദേഹം സ്ഥലത്ത് വന്നു. അദ്ദേഹം പോയി. അപ്പോ സുരേഷ് ഗോപി വല്ലതും പറഞ്ഞിട്ട് വേണം പിന്നെ ഒരാഴ്ച കത്തിക്കാൻ. അപ്പോഴത്തേക്കും ലവ് ജിഹാദ് ഒഴുകിപ്പോകും. ഈ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെപ്പടി വിദ്യ കാണിച്ചാൽ മലയാളി അതിന്റെ പുറകെ പൊക്കോളും. ലവ് ജിഹാദ് എവിടെ പോയി? സുരേഷ് ഗോപിയുടെ വിവാദം കൊണ്ടുവന്നു, ലവ് ജിഹാദ് കടലിൽ പോയി. ഇതന്നെ സംഭവിച്ചത്. സത്യത്തിൽ ഇന്ന് കേരളത്തില് മാത്രമല്ല ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു നീക്കമാണ് ഡെമോഗ്രാഫിക്കൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അതായത് മതപരമായ സമാനതകളെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ജനസംഖ്യാ വിസ്ഫോടനം. ആ ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ട് രാജ്യങ്ങളെ തട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു, ഇല്ലെങ്കിൽ നടപടി വരും. ഇതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിജി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതിന്റെ കാരണം പറയാം. ഇത് വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ BJP ഹിന്ദു വർഗീയ പാർട്ടി ആയതുകൊണ്ട് പറഞ്ഞതുമല്ല. യൂറോപ്പിലേക്ക് നോക്കൂ. യൂറോപ്പ് മുഴുവൻ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു. ഇന്ന് യൂറോപ്പിലെ ബ്രിട്ടൻ അടക്കം, അതായത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അടക്കം ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിൽ അമർന്നുപോയി. അത് ബ്രിട്ടൻ ആണെങ്കിലും ബാക്കി രാജ്യങ്ങളാണെങ്കിലും യൂറോപ്പിൽ ഇന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിൽ അമർന്നുപോയി. അമേരിക്കയിലും ഈ കാര്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ രാജ്യങ്ങൾ അസ്തമിക്കാൻ ഇനി അധികം കാലം വേണ്ട. ലോക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്,
16 വർഷം കൊണ്ടാണ് ആഫ്രിക്കയിലെ നൂറുകണക്കിന് രാജ്യങ്ങളെ, അന്നത്തെ ചെറിയ നാട്ടുരാജ്യങ്ങളെ ക്രിസ്ത്യാനിറ്റി കീഴടക്കിയത് എന്ന്. അപ്പൊ 16 വർഷം കൊണ്ട് ആഫ്രിക്ക വൻകരയെ മുഴുവൻ ക്രിസ്ത്യാനിറ്റി കീഴടക്കിയെങ്കിൽ ഇന്നിപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 15 വർഷം പോലും വേണ്ട, യൂറോപ്പിനെ അമേരിക്കയും ഇസ്ലാം കീഴടക്കും. അങ്ങനെ ലോകത്തെ ഇന്നുള്ള ക്രൈസ്തവ ആധിപത്യത്തിന്റെ സ്ഥാനത്ത് ഇസ്ലാമിക ആധിപത്യം കടന്നു വരാൻ പോവുകയാണ്. ഇതൊക്കെ ലോകത്ത് കൺതുറന്നു വെച്ചിരിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന പച്ചയായ പരമാർത്ഥമാണ്. ഇത് തന്നെ ഇന്ത്യയിലും സംഭവിക്കുകയാണ്. ഇന്ത്യ 2047 ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ പാർട്ടികൾക്ക്, സംഘടനകൾക്ക്, ഇവിടുത്തെ LDFും UDFും അംഗത്വം കൊടുത്ത് ഘടകകക്ഷികളാക്കി നിർത്തി അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന തിരക്കിലാണ്. ഇത് ഇന്ത്യ മുഴുവനുണ്ട്. പക്ഷെ ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സ്ത്രീകൾ തട്ടിയെടുക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു. ഇതാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്കുകൾ. നമ്മുടെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു പ്രധാനമന്ത്രിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അല്ല. അതുകൊണ്ട് സത്യം സത്യമാണെന്ന് പറയാനുള്ള ആർജവമുണ്ട്, തന്റെ ഇടമുണ്ട്. അതുകൊണ്ട് മതഭീകരതയുടെ പേരിൽ, ഇസ്ലാമിക സ്റ്റേറ്റിന്റെ പേരിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിട്ട് ആ അസന്തുലിതാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സംവിധാനം ഓരോ രാജ്യങ്ങളെയായിട്ട് കീഴടക്കി വരികയാണ്. നമുക്കറിയാം, ബംഗ്ലാദേശ് 76% ജനങ്ങളുടെ ഭൂരിപക്ഷ വോട്ടോടുകൂടി ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീനയെ നിസാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ജനകീയ വികാരം ഉണർത്തിവിട്ട് അവസാനം അതൊരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റി പട്ടാളം കൂടി ഇടപെട്ട് അവരെ അധികാര പ്രശ്നമാക്കി. പക്ഷേ ബംഗ്ലാദേശിൽ നടന്ന കാര്യം ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. ഇവിടെ തൊഴിലാളി സമരം എന്ന നിലയിൽ മുതലാളിമാരുടെ സമരം നടത്തി. ഇവിടെ വീട് വീടാന്തരം കയറി ബ്രെയിൻ വാഷ് നടത്തി അട്ടിമറി ഉണ്ടാക്കാൻ ജോർജ് സോറോസിനെ പോലെയുള്ളവര് $1 ലക്ഷം കോടി ഇന്ത്യയിലേക്ക് ഒഴുക്കി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും നരേന്ദ്രമോദിയെ പോലും തോൽപ്പിക്കാനുമുള്ള ശ്രമമുണ്ടായി. പക്ഷേ ഭാരതത്തിന്റെ ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല. ഇത് അവരെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മറുവശത്ത് ഇത്തരം ശക്തികൾക്ക് പിന്തുണ കൊടുക്കാൻ അമേരിക്ക അടക്കം യൂറോപ്പിലടക്കം പല രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. കാനഡയും ജർമ്മനിയും അടക്കമുള്ള പല രാജ്യങ്ങളുമുണ്ട്. ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്. അവരുടെ താല്പര്യം ലോക ആധിപത്യത്തിലേക്ക് ഭാരതം കടന്നു വരുന്നതിനെ തടയുക എന്നുള്ളതാണ്. അപ്പൊ ഭാരതത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ സംഭവം ഇന്ത്യക്കകത്തുകൂടെ പടരുകയാണ്. ഇത് അകത്തു നിന്നുള്ള ഭീഷണിയാണ്. പുറത്തു നിന്നുള്ള ഭീഷണി, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് പുറത്തു നിന്നുള്ള ഭീഷണിയായി വന്ന് അകത്തെ ഭീഷണിയായി മാറുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ലവ് ജിഹാദ്. ഇതിനെതിരെ സംസാരിച്ച പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്ന് പറഞ്ഞ VD സതീശൻ എന്നിവിടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഇവരൊന്നിച്ച് ഇസ്ലാമിക സ്റ്റേറ്റിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ പ്രധാനമന്ത്രിയെ വർഗീയവാദി എന്ന് വിളിച്ചാൽ വിളിക്കുന്നവരുടെ വീട്ടിലെ പെൺകുട്ടികളെ അല്ലെങ്കിൽ അമ്മമാരെ കാണാതെ പോകുമ്പോഴായിരിക്കും ഇവരൊക്കെ ഞെട്ടുന്നത്. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ലവ് ജിഹാദ് കേരളത്തിൽ സംഭവിച്ച പെൺകുട്ടി അത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ കേരളം നിശബ്ദതയിലാണ്. കേരളം ആരോടൊപ്പമാണ് എന്നൊരു ചോദ്യം ഇവിടെ മുഴങ്ങുന്നുണ്ട്. ഈ പെൺകുട്ടി നഷ്ടപ്പെട്ട സമൂഹം ആരുടെ കൂടെയാണ്? ആ സമൂഹത്തിന്റെ നേതൃത്വം ആരുടെ കൂടെയാണ്? മതമേലധ്യക്ഷന്മാർ ആരുടെ കൂടെയാണ്? സംഘടനകൾ ആരുടെ കൂടെയാണ്? മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ആരുടെ കൂടെയാണ്? ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ആരുടെ കൂടെയാണ്? ഇവരെല്ലാവരും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമകളാണ്, അവരോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിശബ്ദത. എന്തായാലും ആ നിശബ്ദത ചിലരെങ്കിലും മുതലാക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പദ്ധതികൾ, അവരുടെ പ്ലാനിങ്ങുകളൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ മാത്രമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇന്ത്യ ലോകശക്തിയായി വളരുന്നതിൽ, ഇന്ത്യ ലോകത്തിൽ ആധിപത്യം പുലർത്തുന്നതിൽ ഭയമുള്ള ലോകരാജ്യങ്ങൾ ഒരുപാടുണ്ട്. അമേരിക്കയും ചൈനയും ഉൾപ്പെടെ അത്തരം ശക്തികളുടെയൊക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയൊക്കെ ഇത്തരം വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിലുണ്ടെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.